ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI അറിയപ്പെടുന്നത്. 1926 നിലവിൽ വന്ന ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊള്ളുന്നത്. എന്താണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. സോ ഈ കമ്മീഷന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നതാണ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന ആക്ട് കാരണമാണ് RBI രൂപീകൃതമാകുന്നത്. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന ആക്ടിലൂടെ എന്ന നിയമത്തിലൂടെയാണ് RBI രൂപീകൃതമാകുന്നത്. എന്നാണ് രൂപീകൃതമായത്? 1935 ഏപ്രിൽ 1 മുതലാണ്. ഓക്കെ, 1935 ഏപ്രിൽ 1 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. എന്താണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊള്ളുന്നത്. ഈ കമ്മീഷന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന ആക്ട് പ്രകാരമാണ് RBI 1935 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. എന്തൊക്കെയായിരുന്നു RBIയുടെ ചുമതലകൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ രൂപയുടെ വിതരണവും നിയന്ത്രണവും, അതുപോലെ രാജ്യത്തിൻ്റെ പണനയം രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. എന്തൊക്കെയാണ് ചുമതലകൾ? ഇന്ത്യൻ രൂപയുടെ വിതരണവും നിയന്ത്രണവും, രാജ്യത്തിൻ്റെ പണനയം രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, നോട്ട് അച്ചടിച്ചിറക്കുക, വായ്പ നിയന്ത്രിക്കുക, ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക എന്നിവയാണ് RBIയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ RBIയുടെ സ്ഥാപിത മൂലധനം എത്രയായിരുന്നു? അത് 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് RBIയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത്. പ്രാരംഭത്തിൽ RBI സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. എന്താണ്? ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രാരംഭഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുകയും ചെയ്തു. അപ്പം എന്നാണ് 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത്. ഇതെന്താണ് നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1. എന്താണ്? 1935 ഏപ്രിൽ 1 നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന RBI 1949 ജനുവരി 1 ദേശസാൽക്കരിക്കുന്നത്. ആദ്യം കൊൽക്കത്തയിലായിരുന്നു റിസർവ് ബാങ്ക് സ്ഥാപിച്ചത്. എവിടെയാണ്? കൊൽക്കത്തയിലാണ് റിസർവ് ബാങ്ക് സ്ഥാപിച്ചത്. പിന്നീട് അത് 1937 മുംബൈയിലേക്ക് മാറ്റുന്നത്. 1937 പിന്നീട് അത് മുംബൈയിലേക്ക് മാറ്റുകയായിരുന്നു. സോ RBIയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? മുംബൈയാണ്. ഓക്കെ, അപ്പം എന്താണ് RBIയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്? മുംബൈയാണ്. എന്നാൽ RBIയുടെ പ്രഥമ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കൊൽക്കത്തയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്താണ്? RBIയുടെ ആസ്ഥാനം എന്നത് മുംബൈയും RBIയുടെ പ്രഥമ ആസ്ഥാനം എന്നത് കൊൽക്കത്തയുമാണ്. 1935 മുതൽ 37 വരെയാണ് കൊൽക്കത്തയിൽ RBI പ്രവർത്തിച്ചിരുന്നത്. അതിനുശേഷമാണ് മുംബൈയിലേക്ക് മാറുന്നത്. ഓക്കെ, 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന RBI 1937 മുംബൈയിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇതാണ് 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുകയുണ്ടായി. ദേശസാൽക്കരണത്തിന് ശേഷം ഇന്ത്യൻ സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലാണ് റിസർവ് ബാങ്ക് പിന്നീട് പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്താണ്? 1949 ദേശസാൽക്കരണത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. അതുപോലെ RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ്? അത് 1949 ഓക്കെ, അപ്പം എന്താണ്? RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ്? 1949. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ഇന്ത്യൻ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സോ നമ്മൾ എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞത്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണെന്ന് പറഞ്ഞു. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ
ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ഇത് നിലവിൽ വന്നതും പിന്നീട് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലോട്ട് മാറിയ കാര്യം പറഞ്ഞു. അതുപോലെ ദേശസാൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞു. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന മറ്റു ചില പേരുകളുണ്ട്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന മറ്റു ചില പേരുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ, മിന്റ് സ്ട്രീറ്റ് എന്നീ പേരുകളിൽ RBI അറിയപ്പെടുന്നു. ഏതൊക്കെ പേരുകളിലാണ്? കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വായ്പകളുടെ നിയന്ത്രകൻ, മിന്റ് സ്ട്രീറ്റ് എന്നിവ. എന്താണ് മിന്റ് സ്ട്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ നാണയങ്ങൾ നിർമ്മിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് മിന്റ്, അതായത് ഒരു നാണയശാല, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാണയശാല മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. RBIയുടെ ആസ്ഥാനം ഈ മിന്റിന് വളരെ അടുത്തുമാണ്. എന്നാൽ കാലക്രമേണ മിന്റ് സ്ട്രീറ്റ് എന്ന് ഇതിനെ പിന്നീട് അറിയപ്പെടുകയാണ്. RBI പിന്നീട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം എന്താണ്? RBIയുടെ അടുത്തായിട്ട് തന്നെ ഒരു ഗവൺമെന്റ് മിന്റ് മുംബൈയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിന്റെ പുറത്താണ് RBI തന്നെ മിന്റ് സ്ട്രീറ്റ് എന്നറിയപ്പെടാൻ കാരണമായത്. അതുപോലെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ആരാണ്? RBI ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ആരാണ്? RBI ആണ്. അതുപോലെ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും ആരാണ്? RBI ആണ്. അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും ആര് തന്നെയാണ്? RBI ആണ്. ഒപ്പം പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? RBIക്കുണ്ട്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ ഉപദേശിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? RBIക്കുണ്ട്. അതുപോലെ RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കടുവയാണ്. എന്താണ്? RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. എന്താണ്? മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. ശരിക്കും ഇതിന് ഒരു ചരിത്രമുണ്ട്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡബിൾ മോഹർ നാണയത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ചിഹ്നം ഉരുത്തിരിഞ്ഞു വന്നത്. അക്കാലത്ത് കൂടുതൽ വ്യാപകവും സാംസ്കാരികമായി പ്രാധാന്യമുള്ളതുമായ ഒരു ഇന്ത്യൻ മൃഗമായതിനാലാണ് കടുവയെ തെരഞ്ഞെടുത്തത്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡബിൾ മോഹർ നാണയത്തിൽ ഒരു സിംഹത്തിന്റെ ചിഹ്നമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ഇന്ത്യൻ നാണയമായതിനാൽ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യൻ മൃഗമായ കടുവയെ തെരഞ്ഞെടുക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഈന്തപ്പനയെയും നിലനിർത്തി. ഇനി നമുക്ക് നോക്കാനുള്ളത് RBIയുടെ പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് RBIയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ രൂപയുടെ നിർമ്മാണവും വിതരണവും നിയന്ത്രിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രൂപയുടെ നിർമ്മാണവും വിതരണവും നിയന്ത്രിക്കുന്നു. രാജ്യത്തിന്റെ കറൻസി ക്രെഡിറ്റ് സംവിധാനം നിയന്ത്രിക്കുകയും ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് രാജ്യത്തിന്റെ കറൻസി ക്രെഡിറ്റ് സംവിധാനം നിയന്ത്രിക്കുകയും ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിലസ്ഥിരത നിലനിർത്തുകയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പണനയം രൂപീകരിക്കുന്നു. ഇതാണ് വിലസ്ഥിരത നിലനിർത്തുകയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പണനയങ്ങൾ രൂപീകരിക്കുന്നു. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു നയചട്ടക്കൂട് രൂപീകരിക്കുന്നു. എന്താണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു നയചട്ടക്കൂട് രൂപീകരിക്കുന്നതും ആരുടെ പ്രവർത്തനമാണ്? RBIയുടെ പ്രവർത്തനമാണ്. ഒപ്പം ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. എന്താണ്? ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും ആര് തന്നെയാണ്? RBI ആണ്. അപ്പോൾ എന്തൊക്കെയാണ് RBIയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ രൂപയുടെ നിർമ്മാണവും വിതരണവും നിയന്ത്രിക്കുന്നു. രാജ്യത്തിൻ്റെ കറൻസി ക്രെഡിറ്റ് സംവിധാനം നിയന്ത്രിക്കുകയും ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. വിലസ്ഥിരത നിലനിർത്തുകയും വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന പണനയം രൂപീകരിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു നയചട്ടക്കൂട് രൂപീകരിക്കുന്നു. ഒപ്പം ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ളത് RBIയുടെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. RBIയുടെ കീഴിലുള്ള പ്രധാന പരിശീലന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, RBI അക്കാഡമി മുംബൈയിലുള്ള RBI അക്കാഡമി. സെക്കൻഡ് വൺ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് പൂനെ. അതുപോലെ ചെന്നൈയിലെ RBI സ്റ്റാഫ് കോളേജ്. പിന്നീട് ഏതാണ്? പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ്? മുംബൈയിലെ RBI അക്കാഡമി, പിന്നീട് പൂനെയിലുള്ള കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ്ങും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റും പിന്നീട് ചെന്നൈയിലുള്ള RBI സ്റ്റാഫ് കോളേജും. ഇനി നമുക്ക് നോക്കാനുള്ളത് ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് RBIയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. ഏതാണ്? ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് RBIയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. RBIയുടെ സാമ്പത്തിക വർഷം ജനുവരി മുതൽ ഡിസംബറിൽ നിന്നും ജൂലൈ ടു ജൂണാക്കി മാറ്റിയ വർഷം ഏതാണ്? അത് 1940-ലാണ്. അപ്പം എന്താണ്? RBIയുടെ സാമ്പത്തിക വർഷം ജനുവരി ടു ഡിസംബർ എന്നതിൽ നിന്നും ജൂലൈ ടു ജൂൺ എന്ന് മാറ്റിയ വർഷം ഏതാണ്? 1940-ലാണ്.
അതുപോലെ നമ്മൾ പറഞ്ഞു RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണെന്ന് പറഞ്ഞു. അതേസമയം കേരളത്തിൽ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? കേരളത്തിൽ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ RBIയുടെ തലവൻ ആരാണ്? അത് RBI ഗവർണർമാരാണ് അല്ലേ? RBIയുടെ തലവൻ ആരാണ്? RBI ഗവർണർമാരാണ്. ഇനി നമുക്ക് RBI ഗവർണർമാരായിട്ടിരുന്നവർ ആരൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ഓക്കെ, RBIയുടെ ആദ്യ ഗവർണറായിരുന്നു ഓസ്ബോൺ സ്മിത്ത്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത്. ഇദ്ദേഹം 2 വർഷമാണ് ഗവർണറായിട്ട് അധികാരത്തിലിരുന്നത്. ഇദ്ദേഹം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജിംഗ് ഗവർണറായിരുന്ന ഒരു ഓസ്ട്രേലിയൻ ബാങ്കർ കൂടിയായിരുന്നു. അതിനുശേഷം വന്നത് ജെയിംസ് ബ്രൈഡ് ടെയ്ലർ ആണ്. ആരാണ്? ജെയിംസ് ബ്രൈഡ് ടെയ്ലർ. ഇദ്ദേഹം ഏതാണ്ട് ഒരു 5 വർഷത്തോളം ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. RBIയിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു ആര്? ജെയിംസ് ബ്രൈഡ് ടെയ്ലർ. തേർഡ് വണ്ണാണ് CD ദേശ്മുഖ്. CD ദേശ്മുഖ് ഏകദേശം 5 വർഷത്തോളം അധികാരത്തിലിരുന്നു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പ്രവർത്തിച്ച ഒരു IAS ഓഫീസറാണ്. RBI ഗവർണറാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? CD ദേശ്മുഖ്. ഓക്കെ, അതിനുശേഷം ബെനഗൽ രാമറാവു. ആരാണ്? ബെനഗൽ രാമറാവു ആണ് വന്നത്. ഇദ്ദേഹം 7 വർഷത്തോളം അധികാരത്തിലിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. അതിനുശേഷം KG അംബെഗാവോൻകർ. എന്താണ് KG അംബെഗാവോൻകർ? ഏതാണ്ട് 45 ദിവസത്തോളം ഒരു ഇടക്കാല ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു IAS ഓഫീസറായിരുന്ന KG അംബെഗാവോൻകർ ഏകദേശം 45 ദിവസം ഒരു ഇടക്കാല ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. അതിനുശേഷം HVR ലെൻഗർ ആണ് വന്നത്. HVR ലെൻഗർ ഏകദേശം 4 വർഷത്തോളം അധികാരത്തിലിരുന്നു. ഇദ്ദേഹം SBIയുടെ ചെയർമാനായിരുന്ന IAS ഓഫീസറായിരുന്നു. എന്താണ്? SBIയുടെ ചെയർമാനായിരുന്ന IAS ഓഫീസറായിരുന്നു HVR ലെൻഗർ. ഇദ്ദേഹം ഏകദേശം 4 വർഷത്തോളം അധികാരത്തിലിരുന്നു. അതിനുശേഷം വന്ന PC ഭട്ടാചാര്യ ഏകദേശം 5 വർഷത്തോളം അധികാരത്തിലിരുന്നു. SBI ചെയർമാനായിരുന്നു. അതുപോലെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഫീസറായിട്ടും PC ഭട്ടാചാര്യ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം RBI ഗവർണറായിട്ട് വന്നത് ലക്ഷ്മികാന്ത് ജായ് ആണ്. ലക്ഷ്മികാന്ത് ജായ് ഏകദേശം 2 വർഷത്തോളം അധികാരത്തിലിരുന്നു. ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു IAS ഓഫീസർ കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന് ശേഷം BN അഡാർക്കർ വന്നു. ആരാണ്? ലക്ഷ്മികാന്ത് ജായ്ക്ക് ശേഷം വന്ന RBI ഗവർണറാണ് BN അഡാർക്കർ. ഇദ്ദേഹം ഏകദേശം 42 ദിവസം ഇടക്കാല ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്ന ഒരു എക്കോണമിസ്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം വന്നത് സരുക്കായി ജഗന്നാഥൻ ആണ്. ആരാണ്? സരുക്കായി ജഗന്നാഥൻ. ഇദ്ദേഹം ഏകദേശം ഒരു 4 വർഷത്തോളം അധികാരത്തിലിരുന്നു. വേൾഡ് ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. വേൾഡ് ബാങ്കിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. അതിനുശേഷം RBI ഗവർണറായിട്ട് വന്നത് NC സെൻ ഗുപ്തയാണ്. NC സെൻ ഗുപ്ത ഏകദേശം 92 ദിവസത്തോളം ഒരു ഇടക്കാല ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം ധനകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം KR പൂരി 1 വർഷത്തോളം RBI ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം LICയുടെ ചെയർമാനായിരുന്നു. അതിനുശേഷം M നരസിംഹം ഏകദേശം 211 ദിവസം RBI ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം RBIയുടെ റിസർച്ച് ഓഫീസറായിരുന്നു. അതുപോലെ ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അതിനുശേഷം IG പട്ടേൽ വന്നു. IG പട്ടേൽ ഏകദേശം 4 വർഷത്തോളം RBI ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റും അതുപോലെ ധനകാര്യ വകുപ്പിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് RBI ഗവർണറായിട്ട് വരുന്നത്. ഏകദേശം 1982 മുതൽ 1985 വരെയുള്ള 2 വർഷത്തോളമുള്ള കാലയളവിലേക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് RBI ഗവർണറായിട്ട് സ്ഥാനമേൽക്കുന്നത്. അതിനുശേഷം 16ാമതായിട്ട് RBI ഗവർണറായി വരുന്ന വ്യക്തി അമിതാവ് ഘോഷ് ആണ്. ആരാണ്? അമിതാവ് ഘോഷ് ആണ്. ഇദ്ദേഹം ഒരു 20 ദിവസം ഒരു ഇടക്കാല ഗവർണറായിട്ട് സ്ഥാനമേറ്റു. അദ്ദേഹം RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനത്തേക്ക് ഇരുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് RN മൽഹോത്ര. ആരാണ്? RN മൽഹോത്ര ഒരു 5 വർഷക്കാലത്തോളം RBI ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം IMFന്റെ അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു. ഓക്കെ, അതിനുശേഷം 18ാമതായിട്ട് വരുന്ന RBI ഗവർണറാണ് S വെങ്കിട്ടരമണൻ. ആരാണ്? S വെങ്കിട്ടരമണൻ. ഇദ്ദേഹം 1 വർഷത്തോളം RBI ഗവർണറായിട്ട് സ്ഥാനമേറ്റിരുന്നു. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഒരു IAS ഓഫീസറാണ്. അതിനുശേഷമാണ് C രംഗരാജൻ വരുന്നത്. C രംഗരാജൻ ഏകദേശം 4 വർഷത്തോളം അധികാരത്തിലിരുന്നു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന എക്കണോമിസ്റ്റ് ആയിരുന്നു ആര്? C രംഗരാജൻ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ഒരു എക്കണോമിസ്റ്റാണ് C രംഗരാജൻ. ഇദ്ദേഹം 4 വർഷത്തോളം RBI ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുണ്ട്. അതിനുശേഷം ബിമാൽ ജലൻ ആണ് വന്നത്. ബിമാൽ ജലൻ ഒരു 5 വർഷത്തോളം RBI ഗവർണർ സ്ഥാനത്തിരുന്നു. ധനകാര്യ മന്ത്രാലയത്തിൽ അഡ്വൈസറും മറ്റു പദവികളിലേക്ക് ഇരുന്ന ഒരു എക്കണോമിസ്റ്റ് കൂടിയാണ് ആര്? ബിമാൽ ജലൻ. അതിനുശേഷം YV റെഡ്ഡി വന്നു. ഇദ്ദേഹം 4 വർഷക്കാലത്തോളം RBI ഗവർണറായിട്ടിരുന്ന വ്യക്തിയാണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന IAS ഓഫീസറായിരുന്നു ഇദ്ദേഹം.
അതുപോലെ ദുവ്വുരി സുബ്ബറാവു ഏകദേശം 4 വർഷത്തോളം RBI ഗവർണർ സ്ഥാനത്തിരുന്നു. ഇദ്ദേഹവും ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഒരു IAS ഓഫീസറാണ്. അതിനുശേഷം രഘുറാം രാജൻ വന്നു. രഘുറാം രാജൻ ഒരു 3 വർഷത്തോളം RBI ഗവർണർ ആയിരുന്നു. IMFന്റെ ചീഫ് എക്കണോമിസ്റ്റും ഗവൺമെന്റിന്റെ ചീഫ് എക്കണോമിക് അഡ്വൈസർ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ് രഘുറാം രാജൻ. അതിനുശേഷമാണ് ഉർജിത് പട്ടേൽ RBI ഗവർണറായിട്ട് വരുന്നത്. ഇദ്ദേഹം ഏകദേശം 2 വർഷത്തോളം RBI ഗവർണർ സ്ഥാനത്തിരുന്നു. ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റും അതുപോലെ മറ്റു കുറേ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ശക്തികാന്ത ദാസ് വരുന്നു. ശക്തികാന്ത ദാസ് ഏകദേശം 5 വർഷത്തോളം RBI ഗവർണറായിട്ട് അധികാരത്തിലിരുന്നു. ഇദ്ദേഹം റവന്യൂ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അതുപോലെ എക്കണോമിക് അഫയേഴ്സിൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ 15th ഫിനാൻസ് കമ്മീഷനിലും മെമ്പറായിട്ടുള്ളൊരു വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. അതിനുശേഷം വന്നൊരു വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. 2024 ഡിസംബർ 11 RBI ഗവർണർ സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് RBI ഗവർണറായിട്ട് സ്ഥാനത്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു IAS ഓഫീസറും റവന്യൂ സെക്രട്ടറിയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് RBIയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, RBIയുടെ ആദ്യ ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തി ആരായിരുന്നു? അത് സർ ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലേ? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. 1935-37 വർഷക്കാലമാണ് സർ ഓസ്ബോൺ സ്മിത്ത് ആദ്യ ഗവർണറായിട്ട് സ്ഥാനത്തിരുന്നത്. അതുപോലെ RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? അത് CD ദേശ്മുഖ് ആണ്. ആരാണ്? CD ദേശ്മുഖ് ആണ് RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ. 1943 മുതൽ 49 വരെയുള്ള വർഷക്കാലമാണ് CD ദേശ്മുഖ് RBIയുടെ ഗവർണറായിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ് വൺ, 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണർ ആരാണ്? അതും CD ദേശ്മുഖ് ആണ്. അപ്പം എന്താണ്? 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ഏത് വ്യക്തിയാണ്? BN റാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത്. 1949 മുതൽ 57 വർഷക്കാലം അദ്ദേഹം RBI ഗവർണറായി സ്ഥാനത്തിരുന്നു. ദ നെക്സ്റ്റ് വൺ, ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ ആരാണ്? അത് ജെയിംസ് ടെയ്ലർ ആണ്. ഓക്കെ, അപ്പം എന്താണ്? ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ ആരാണ്? ജെയിംസ് ടെയ്ലർ ആണ്. 1937-43 കാലഘട്ടമായിരുന്നു ജെയിംസ് ടെയ്ലർ RBI ഗവർണറായിട്ട് സ്ഥാനത്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ ആരായിരുന്നു? ജെയിംസ് ടെയ്ലർ ആണ്. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാത്കരണ സമയത്തെ RBI ഗവർണർ ആരാണ്? അത് ലക്ഷ്മികാന്ത് ഝാ ആണ്. ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാത്കരണ സമയത്തെ, അതായത് 1969 അന്നാണല്ലോ ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നടന്നത്. സോ ആ സമയത്തെ RBI ഗവർണർ ആരായിരുന്നു? ലക്ഷ്മികാന്ത് ഝാ ആണ്. നെക്സ്റ്റ് വൺ, RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? അത് മൻമോഹൻ സിംഗ് ആണ് അല്ലേ? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി. ദ നെക്സ്റ്റ് വൺ, RBI ഗവർണറാകുന്ന ആദ്യത്തെ RBI ഉദ്യോഗസ്ഥനാരാണ്? അത് M നരസിംഹമാണ്. എന്താണ്? M നരസിംഹമാണ് RBI ഗവർണറാകുന്ന ആദ്യത്തെ RBI ഉദ്യോഗസ്ഥൻ. നെക്സ്റ്റ് വൺ, RBIയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത ആരായിരുന്നു? അത് KJ ഉദ്ദേശ്യാണ്. എന്താണ്? KJ ഉദ്ദേശ്യാണ് RBIയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. സോ ഇത്രയുമാണ് RBIയുമായി ബന്ധപ്പെട്ട ചില പ്രധാന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചില പൊതു വിവരങ്ങൾ കൂടി നമുക്കത് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. എന്താണ് കോർ ബാങ്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൂട്ടം നെറ്റ്വർക്ക് ബാങ്ക് ശാഖകൾ നൽകുന്ന ഒരു ബാങ്കിംഗ് സേവനമാണ്. എന്താണ്? ഒരു കൂട്ടം നെറ്റ്വർക്ക് ബാങ്ക് ശാഖകൾ നൽകുന്ന ഒരു ബാങ്കിംഗ് സേവനം. ഇവിടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാനും അംഗ ബ്രാഞ്ചുകളിൽ ഏതിൽ നിന്നും അടിസ്ഥാന ഇടപാടുകൾ നടത്താനും കഴിയും. ഇതാണ് ഒരു കൂട്ടം നെറ്റ്വർക്ക് ബാങ്ക് ശാഖകൾ നൽകുന്ന ഒരു ബാങ്കിംഗ് സേവനമാണ് കോർ ബാങ്കിംഗ്. ഇവിടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാനും അംഗ ബ്രാഞ്ചുകളിൽ ഏതിൽ നിന്നും അടിസ്ഥാന ഇടപാടുകൾ നടത്താനും കഴിയും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെ കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇതാണ് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെ കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്കിന്റെ കറൻസി ചെസ്റ്റ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്?
എന്താണ് റിസർവ് ബാങ്കിൻ്റെ കറൻസി ചെസ്റ്റ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഓക്കെ, 1992 സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇത്തരത്തിലൊരു കറൻസി ചെസ്റ്റ് ആരംഭിച്ചത്. എന്താണ് കറൻസി ചെസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പരിസരത്തുള്ള ഒരു പണ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പരിസരത്തുള്ള ഒരു പണം സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പുതിയ നോട്ടുകൾ സംഭരിക്കാനും മറ്റു ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാനും പൊതുജനങ്ങളിൽ നിന്ന് അഴുക്കുപുരണ്ട നോട്ടുകൾ തിരിച്ചെടുക്കാനും സഹായിക്കുന്നു. ഇത് ഇന്ത്യൻ കറൻസി വ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. അപ്പം എന്താണ്? RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പരിസരത്തുള്ള ഒരു പണ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കറൻസി ചെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ നോട്ടുകൾ സംഭരിക്കാനും മറ്റു ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാനും പൊതുജനങ്ങളിൽ നിന്ന് അഴുക്കുപുരണ്ട നോട്ടുകൾ തിരിച്ചെടുക്കാനും സഹായിക്കുന്നു. ഇത് ഇന്ത്യൻ കറൻസി വ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും വളരെ അനിവാര്യമാണ്. സോ ഇത്തരത്തിൽ റിസർവ് ബാങ്കിന്റെ കറൻസി ചെസ്റ്റ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. നെക്സ്റ്റ് വൺ, NRI ശാഖ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെയാണ്. NRI ശാഖ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. 1992 നവംബറിലാണ് ഇത്തരത്തിലൊരു NRI ശാഖ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പം എന്താണ്? ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? അത് ഫെഡറൽ ബാങ്ക് ആണ്. അപ്പം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണ്. അതുപോലെ കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതാണ്? അതും സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ദെൻ സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യ ബാങ്ക് ഏതാണ്? അത് പ്രസിഡൻസി ബാങ്കാണ്. ഇതാണ് സേവിങ്സ് ബാങ്ക് സംവിധാനം തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്കാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അത് ബംഗാൾ ബാങ്കാണ്. ഇതാണ് ഇന്ത്യയിൽ ചെക്ക് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബംഗാൾ ബാങ്കാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ലയനം ഏതായിരുന്നു? ടൈംസ് ബാങ്ക് HDFC ബാങ്കും തമ്മിൽ ലയിപ്പിച്ചതാണ് 2000. ഏതാണ്? 2000 ടൈംസ് ബാങ്കും HDFC ബാങ്കും തമ്മിൽ ലയിപ്പിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന സ്വകാര്യ ബാങ്കുകളുടെ ലയനം എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് കസ്റ്റമർ സേവനങ്ങൾക്കായി ആരംഭിച്ച ചാറ്റ് ബോട്ട് ഏതാണ്? ഇലക്ട്രോണിക് വിർച്വൽ അസിസ്റ്റന്റ്. HDFC ബാങ്കിലാണ് ഇത്തരത്തിലൊരു സംവിധാനം നിലവിൽ വന്നത്. ദെൻ ഫെഡറൽ ബാങ്കിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത ആരാണ്? അത് ഗ്രേസ് എലിസബത്ത് കോഷിയാണ്. ആരാണ്? ഗ്രേസ് എലിസബത്ത് കോഷിയാണ് ഫെഡറൽ ബാങ്കിന്റെ ചെയർപേഴ്സണായി നിയമിതയായ ആദ്യ വനിത. ദെൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസിലൂടെ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിർച്വൽ അസിസ്റ്റന്റ് ആരാണ്? ആര്യയാണ്. HDFC ബാങ്കിലെ ആര്യ എന്ന സംവിധാനമാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസിലൂടെ സേവനങ്ങൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ അതാണ് ഫെഡറൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ആരംഭിച്ച ബാങ്ക്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ 2 EMV ചിപ്പ് ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ഇൻഡസിൻഡ് ബാങ്കാണ്. ഏതാണ്? ഇൻഡസിൻഡ് ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 EMV ചിപ്പ് ഡെബിറ്റ് കം ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്. ഇൻഡസിൻഡ് ബാങ്ക് ഡുവോ കാർഡ് എന്നാണ് ആ ഒരു കാർഡിന്റെ പേര്. ഇതാണ് ഇൻഡസിൻഡ് ബാങ്ക് ഡുവോ കാർഡ് എന്നാണ് ഇത്തരത്തിലുള്ള കാർഡിന്റെ പേര്. നെക്സ്റ്റ് വൺ, IDFC ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2015. 2015 IDFC ബാങ്ക് നിലവിൽ വന്നത്. നെക്സ്റ്റ് വൺ, ബാങ്ക് ഉപഭോക്താക്കൾക്ക് പിൻ നമ്പറിന് പകരം അവരുടെ ശബ്ദം ഉപയോഗിച്ച് അക്കൗണ്ട് ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് വോയിസ് ബയോമെട്രിക്സ് ഒതന്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക് ഏതാണ്? സിറ്റി ബാങ്കാണ്. ഏതാണ്? സിറ്റി ബാങ്കാണ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് പിൻ നമ്പറിന് പകരം അവരുടെ ശബ്ദം ഉപയോഗിച്ച് അക്കൗണ്ട് ഉപയോഗിക്കാവുന്ന സംവിധാനമായ വോയിസ് ബയോമെട്രിക്സ് ഒതന്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക്. നെക്സ്റ്റ് വൺ, IDFC ബാങ്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ ഫസ്റ്റും ലയിപ്പിച്ച് IDFC ഫസ്റ്റ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2018. അതാണ് 2018 IDFC ബാങ്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ ഫസ്റ്റും ലയിപ്പിച്ച് IDFC ഫസ്റ്റ് ബാങ്ക് നിലവിൽ വന്നത്. നെക്സ്റ്റ് വൺ, പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 2016 ഏപ്രിൽ 1 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. BBB എന്നറിയപ്പെടുന്ന ബാങ്ക്സ് ബോർഡ് ബ്യൂറോയാണ് പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി 2016 ഏപ്രിൽ 1 നിലവിൽ വന്ന സ്ഥാപനം.
ഏതാണ്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോ. PJ നായിക് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ബാങ്ക്സ് ബോർഡ് ബ്യൂറോ എന്ന BBB നിലവിൽ വന്നത്. PJ നായിക് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ BBB നിലവിൽ വന്നത്. അതിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? ദ കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡേഴ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. എന്താണ്? ദ കമ്മിറ്റി ടു റിവ്യൂ ഗവേണൻസ് ഓഫ് ബോർഡ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വിനോദ് റായ് ആണ്. വിനോദ് റായ് ആണ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കാർഡ്സ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കാർഡ്സ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. ദെൻ ബാറ്ററി പവേർഡ് ഇന്ററാക്റ്റീവ് പേയ്മെന്റ് കാർഡ് ആദ്യമായി അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? എന്താണ്? ബാറ്ററി പവേർഡ് ഇന്ററാക്റ്റീവ് പേയ്മെന്റ് കാർഡ് ആദ്യമായി അവതരിപ്പിച്ച ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. എന്താണ്? ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ് ബാറ്ററി പവേർഡ് ഇന്ററാക്റ്റീവ് പേയ്മെന്റ് കാർഡ് ആരംഭിച്ച ബാങ്ക്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി AI അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്ക് ഏതാണ്? അത് കോട്ടക് മഹീന്ദ്രയാണ്. ഏതാണ്? കോട്ടക് മഹീന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യമായി AI അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്ക്. കേയ എന്നാണ് ആ വോയിസ് ബോട്ടിന്റെ പേര്. എന്താണ്? കേയ എന്നാണ് വോയിസ് ബോട്ടിന്റെ പേര്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ററാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ ഇന്ററാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് കാർഡ് നെയിം. ഇതാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് കാർഡ് നെയിം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി കോൺടാക്ട്ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്ക് ഏതാണ്? എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺടാക്ട്ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൺടാക്ട്ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക് ആണ്. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി മൈക്രോ ATM വഴിയുള്ള ആധാർ അധിഷ്ഠിത പണമിടപാടുകൾക്ക് ഐറിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി മൈക്രോ ATM വഴിയുള്ള ആധാർ അധിഷ്ഠിത പണമിടപാടുകൾക്ക് ഐറിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ, വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലണ്ടനിലാണ്. 1946 ലണ്ടനിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശത്ത് ശാഖ ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, ATM സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർവൽകൃത ശാഖ ആരംഭിച്ച ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏതാണ്? ലക്ഷ്മിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏതാണ്? ലക്ഷ്മിയാണ്. നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. സിറ്റി യൂണിയൻ ബാങ്ക് ആണ് ഇത്തരത്തിലൊരു റോബോട്ടിനെ നിർമ്മിച്ചത്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? IDBI ആണ്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? IDBI ആണ്. ഫുൾ ഫോം എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന IDBI ആണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക്. നെക്സ്റ്റ് വൺ, ഏത് പൊതുമേഖലാ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണ് മുംബൈയിൽ 1921 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പൊതുമേഖലാ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണ് മുംബൈയിൽ 1921 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഈ ബാങ്ക് സ്ഥാപിതമായത് 1919 നവംബർ 11-നുമാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? 1919 നവംബർ 11-ന്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക് ആണ്. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ, RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അതും കാനറ ബാങ്ക് തന്നെയാണ്. എന്താണ്? RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്ക് കാനറ ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ, രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ 10,000 രൂപയ്ക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് OTP നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. എന്താണ്? രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ 10,000 രൂപയ്ക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് OTP നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. നെക്സ്റ്റ് വൺ, നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. എന്താണ്? നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി ഏതാണ്? ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. നെക്സ്റ്റ് വൺ, ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ആവശ്യമില്ലാതെ ഇടപാടുകൾ നടത്താൻ ബാങ്ക് ഒരുക്കുന്ന സൗകര്യമാണ് ഇലക്ട്രോണിക് ബാങ്കിംഗ്. ഇതാണ് ബാങ്കിംഗ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ ഇടപാടുകൾ നടത്താൻ ബാങ്ക് ഒരുക്കുന്ന സൗകര്യം ഏതാണ്? ഇലക്ട്രോണിക് ബാങ്കിംഗ് ആണ്. നെക്സ്റ്റ് വൺ, വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അയക്കാനും കഴിയുന്നതാണ് എന്ത്? നെറ്റ് ബാങ്കിംഗ് സംവിധാനം. ഇതാണ് വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അയക്കാനും കഴിയുന്ന സംവിധാനം ഏതാണ്? നെറ്റ് ബാങ്കിംഗ് ആണ്. നെക്സ്റ്റ് വൺ, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു
സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സംവിധാനം ഏതാണ്? കോർ ബാങ്കിംഗ് ആണ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിംഗ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സംവിധാനമാണ് കോർ ബാങ്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? അത് SBI ആണ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ്? SBI. എന്നാണ് 2004 മുംബൈ ബ്രാഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് നടപ്പിലാക്കിയത്. ഏത് ബാങ്കാണ്? SBI. നെക്സ്റ്റ് വൺ, ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഏത് സംവിധാനം? കോർ ബാങ്കിംഗ്. എന്താണ്? ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, ടെലി ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് എന്ത്? കോർ ബാങ്കിംഗ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? അത് കേരളമാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ് വൺ, എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. അപ്പം എന്താണ്? എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? പാലക്കാടാണ്. നെക്സ്റ്റ് വൺ, ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് ഓർ UPI സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ്. ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ബാങ്കിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ UPI സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക്. ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി ഏതാണ്? അത് എയർടെൽ ആണ്. രാജസ്ഥാനിലാണ് എയർടെൽ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ചത്. 2019 സെപ്റ്റംബറിൽ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ച സേവിങ്സ് അക്കൗണ്ട് ഏതാണ്? ഭരോസയാണ്. എന്താണ്? 2019 സെപ്റ്റംബറിൽ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ച സേവിങ്സ് അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ഭരോസ. എന്താണ്? ഭരോസ. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉറപ്പായും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും കമൻസ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.